നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടത് സർക്കാരിനെ, പ്രത്യേകിച്ച് CPM-നെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പകൽ SFIക്കൊപ്പവും രാത്രിയിൽ PFIക്കൊപ്പവും, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയുമാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഗവർണറുടെ വിമർശനം. കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്ന സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ദേശീയ മാധ്യമമായ NDTVക്ക് നൽകിയ അഭിമുഖത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരായ ആക്രമണം ഗവർണർ ഒന്നുകൂടി കടുപ്പിച്ചത്. UAPA പ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടുമായി കേരളത്തിലെ ഭരണകക്ഷിയായ CPM-ന് ചങ്ങാത്തമുണ്ടെന്നും SFI വഴിയാണ് ബന്ധമെന്നുമാണ് ഗവർണർ ആരോപിക്കുന്നത്. ഗവർണറുടെ ആരോപണം ശക്തമാണെന്നും അതിന് പല തെളിവുകളും ഉണ്ടെന്നുള്ളതും പല തെളിവുകൾ ഉള്ളതായ കാര്യങ്ങളും മുൻകാലങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പകൽ സമയങ്ങളിൽ അവർ, അതായത് കേരള സർക്കാർ, CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാർ SFIയുടെ ഒപ്പമാണ്. രാത്രിയിലാണ് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പണിയെടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ഏജൻസികൾക്കും ഈ വിവരം അറിയാം എന്നാണ് ഗവർണർ പറയുന്നത്. എനിക്കെതിരെ പ്രതിഷേധിച്ചതിന് അറസ്റ്റിലായ 15 SFI പ്രവർത്തകരിൽ പകുതിയോളം പേരും സജീവ പോപ്പുലർ ഫ്രണ്ട് വോളണ്ടിയർമാരാണെന്ന് സർക്കാർ ഏജൻസികൾക്ക് നന്നായിട്ടറിയാം. ഇത് പുതിയ കാര്യമല്ല. നിയമസഭയിലും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കേരളത്തിലെ ജനങ്ങളും ഇക്കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എനിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നവർ ശരിക്കും വിദ്യാർത്ഥികളാണോ എന്നതിൽ തന്നെ സംശയമുണ്ട് എന്നാണ് ഗവർണർ പറയുന്നത്. സർക്കാരുമായി വിവിധ വിഷയങ്ങളിൽ കൊമ്പ് കോർക്കുന്നതിനിടെയാണ് പുതിയ ആരോപണവുമായിട്ട് ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിനെ കുറിച്ചുള്ള മന്ത്രി R. ബിന്ദുവിന്റെ ന്യായീകരണത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ക്രിമിനലുകളോട് പ്രതികരിക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തെ വാഹനത്തിൽ നിന്നിറങ്ങി നേരിട്ടപ്പോഴും ഗവർണർ അവർക്കെതിരെ ക്രിമിനൽ എന്ന പ്രയോഗം നടത്തിയിരുന്നു. അപ്പോൾ ആ ക്രിമിനൽ പ്രയോഗം CPM-ന്റെ നേരെയുമാണ്, സംസ്ഥാന സർക്കാരിന് നേരെയുമാണ് ഗവർണർ ആവർത്തിച്ചിരിക്കുന്നത്.